ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിനെതിരെ വന്ന ആരോപണങ്ങൾക്കെതിരെയായിട്ടാണ് ഇന്നലെ CPIM-ന്റെ ഒരു ഫണ്ട് പിരിവുണ്ടായിരുന്നു. അതിലെ പണം എവിടെയെന്നൊക്കെ ചോദിച്ചത്. ആ ഒരു ചാനൽ ചർച്ചയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ ഉടൻ തന്നെ CPM അതിന്റെ കണക്കുകൾ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ടല്ല കോൺഗ്രസിന്റെ കാര്യത്തിൽ എന്താണ് അങ്ങനെ? കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള കണക്ക് കൃത്യമായിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. ഈ കാര്യത്തിൽ ഇത് നിങ്ങൾ പറയുമ്പോൾ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ രക്തസാക്ഷി ഫണ്ട് വെട്ടിയ ആളുകളാണ് ഈ ഭാഗം പറയുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ട് വെട്ടിയവരുടെയാണ് ഈ കാര്യം പറയുന്നത്. ഓരോരാൾ ചോദിക്കുന്നതാണോ നല്ലത്, അല്ല 5 പേര് ഒന്നിച്ച് ചോദിക്കുന്നത്? ഞാനെന്തായാലും ഇന്നിപ്പം കൊല്ലത്ത് ചോദ്യം ചോദിച്ച പ്രവർത്തകനെ ഒരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടായിരുന്നു. അറിയോന്നറിയില്ല. ആ മാധ്യമ പ്രവർത്തകന്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളിപ്പോ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ 5 പേര് ഒന്നിച്ച് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല, ഞാൻ കൂളായിട്ട് ഉത്തരം പറയും. 5 പേരും ചോദിച്ചു, ഏതെങ്കിലും ചോദിച്ചോ, മനസ്സിലായില്ലേ? പക്ഷെ കൊല്ലത്തൊരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിച്ചിരുന്നു. അവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? സൈബർ ഇടങ്ങളിലെ ആക്രമണം മാത്രമല്ല, അവനെ ഭീഷണിപ്പെടുത്തി വിഷയം തന്നെയാണ്. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ആരുടെ മുമ്പിലും കണക്ക് വെക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഇത് ഞാൻ ചോദിച്ചത് ഇന്നലെ വന്ന് പുറത്തുവിട്ട മരുന്ന് വിതരണത്തിൽ പോലും കോടികളുടെ അഴിമതി നടത്തിയ ഒരു സർക്കാർ എനിക്ക് ചോദ്യം ചോദിക്കാനില്ലല്ലോ. ചോദിക്കല്ലേ? ആ ചോദ്യമില്ലല്ലോ. ആ ചോദ്യം ചോദിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നലെ പേരാമ്പ്രയിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ നടന്ന പ്രചരണം നിങ്ങൾ അത് ചോദ്യമില്ലല്ലോ. വ്യാജ ക്യാഫിൽ ഷോട്ട് ഇറക്കിയിട്ട് ഷാഫി പറമ്പിൽ ഒരാൾ പറയണോ മറുപടി ഞാൻ പറഞ്ഞല്ലോ. അതിന് വ്യക്തമായ കണക്കുണ്ട്. ആ കണക്ക് പറയേണ്ടടുത്ത് പറയും എന്ന് തന്നെയാ പറഞ്ഞത്. വൈകുന്നതിന് ഒരു വൈകലും ഇല്ല, കൃത്യമായ കണക്കുണ്ടാവും. ഇനി നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണമെങ്കിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് അവർ സെൽഫ് ഡിഫൻസിലായ ഒരു പാർട്ടി ഉന്നയിക്കുന്ന ആരോപണത്തെ കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞത് അർത്ഥമുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ മുമ്പിൽ പ്രതിക്കൂട്ടിലായി സെൽഫ് ഡിഫൻസിലായ ഒരു പാർട്ടി ഇതുപോലെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ വിഷയം മാറ്റല്ല. പേരാമ്പ്രയിൽ നടന്ന സംഭവം കേരളം സത്യത്തിൽ നാണിപ്പിക്കുന്ന സംഭവമല്ലേ? ഒരു പെൺകുട്ടി സ്ഥാനാർത്ഥിക്കെതിരെ എന്ത് മോശമായിട്ടുള്ള മലീമസമായി ആരാ ചെയ്യുന്നത്? CPM. അത് വർഗീയ പാർട്ടികളും കൂടിയല്ല. CPM പോലുള്ള പാർട്ടി വർഗീയ പാർട്ടികൾ പോലും നാണിക്കുന്ന രീതിയിലുള്ള വർഗീയ പ്രചരണം അഴിച്ചുവിട്ടിട്ടും നിങ്ങൾക്കത് വിഷയമല്ല. അത് വിഷയമല്ല നിങ്ങൾക്ക്. ഇന്നലെ കേരളത്തിൽ പുറത്തു വന്നിരിക്കുന്ന മരുന്ന് കച്ചവടത്തിലെ ഏറ്റവും വലിയ കൊള്ള അത് നിങ്ങൾക്ക് വിഷയമല്ല. സർക്കാർ മറുപടി പറയണ്ട. ഞങ്ങളുടെ പാർട്ടി മറുപടി പറയണ്ട. ഞങ്ങളുടെ പാർട്ടി മറുപടി പറയും. സർക്കാർ ജനങ്ങളുടെ പൈസ പിരിച്ചിട്ടില്ല, സർക്കാർ നടത്തുന്ന കൊള്ള, ആ കൊള്ളയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഈ വിഷയം ചെയ്തിട്ട് ഇത് CPM-ന് വേണ്ടി ചോദ്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ കാര്യത്തില് വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നു. വേവലാതി പൂണ്ട് വെപ്രാളം പൂണ്ട് തോൽക്കുന്നു കണ്ടപ്പോൾ ഞാൻ ഇന്നിവിടെ ഉന്നയിച്ച് നിങ്ങളിവിടെ കാണാൻ ഉദ്ദേശിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ക്രമക്കേടിന്റെ കാര്യമാണ്. നിങ്ങൾ തന്നെയാണ് കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൊണ്ടുവന്നത്. ഇപ്പൊ 2 പേര് CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരിക്കുമ്പോൾ, UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുമ്പോൾ ആ മണ്ഡലങ്ങളിലടക്കം യഥാർത്ഥ ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന വലിയ കൃത്രിമങ്ങൾ, ആ കൃത്രിമങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളാം. അത്രേ ഉള്ളൂ.